സ്പോക്കൺ ഇംഗ്ലീഷ് സീരീസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ജസ്റ്റിൻ തോമസ്. നമുക്ക് ഈ സെക്ഷനിൽ പഠിക്കാനാണ് ആൻഡ് അഥവാ ഓർ തമ്മിലുള്ള എന്താണ് വ്യത്യാസം, എവിടെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, ഇതിൻ്റെ അർത്ഥം എന്താണെന്നുള്ളത് നമ്മൾ പലപ്പോഴും ഉപയോഗിക്കാറുണ്ട്, ചിലപ്പോഴൊക്കെ തെറ്റിപ്പോകാറുള്ള ഒന്നാണ്. ആൻഡിൻ്റെ അർത്ഥം മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഒപ്പം അഥവാ കൂടെ എന്നാണ്. മറ്റൊന്ന് ആണ് ഓർ എന്ന് പറഞ്ഞാൽ അഥവാ എന്നാണ്. അപ്പോൾ ശ്രദ്ധിക്കുക, ആൻഡ് എന്ന് പറഞ്ഞാൽ രണ്ടുമുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ രണ്ട് കാര്യങ്ങളെപ്പറ്റി പറയുകയാണെങ്കിൽ ആൻഡാണ് നടുക്ക് ചേർക്കുന്നതെങ്കിൽ രണ്ടുമുണ്ട്. ഓറാണെന്നുണ്ടെങ്കിൽ ഒന്ന് മാത്രം, അതിൽ ഏതെങ്കിലും ഒന്ന് എന്നാണ് ഓറിൻ്റെ അർത്ഥം. നമുക്ക് ഒരു എക്സാമ്പിൾ ശ്രദ്ധിക്കാം. ആൽബർട്ട് ആൻഡ് ജേക്കബ് ആർ ബ്രദേഴ്സ്. ആൻഡ് ആൽബർട്ടും ജേക്കബും ബ്രദേഴ്സാണ്. അവർ രണ്ടും, അതായത് രണ്ടും എന്ന് പറയാൻ വേണ്ടിയാണ് ഈ ആൻഡ് ഉപയോഗിച്ചിരിക്കുന്നത്. ആർ ബ്രദേഴ്സ്, അവർ ബ്രദേഴ്സാണ്. ഇവർ രണ്ടുപേരും എൻ്റെ ബ്രദേഴ്സാണ് ആക്ച്വലി. ഇനി മറ്റൊന്ന്, ഐ വോണ്ട് എ മൊബൈൽ ഫോൺ ആൻഡ് എ ലാപ്ടോപ്പ്. ഐ വോണ്ട് എ മൊബൈൽ ആൻഡ് എ ലാപ്ടോപ്പ്. ആൻഡ് എന്ന് പറയുമ്പോൾ എനിക്കൊരു മൊബൈലും വേണം, അതുപോലെ ലാപ്ടോപ്പും വേണം, രണ്ടും വേണം എന്നുള്ളതാണ് എൻ്റെ അർത്ഥം. ഐ വോണ്ട് എ മൊബൈൽ ആൻഡ് എ ലാപ്ടോപ്പ്. ഓക്കെ, ഇത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. ഞാൻ മൂന്നാമതായിട്ട് കൊടുത്തിരിക്കുന്ന ഓർ എന്നുള്ളതാണ്. ഓർ എന്നാൽ അഥവാ എന്നാണ് എൻ്റെ അർത്ഥം. അതായത് ഇപ്പോഴും ഞാൻ പറയുകയാണ്, ഞാൻ ഒന്നെങ്കിൽ എന്ന് പറയത്തില്ലേ, ഒന്നെങ്കിൽ അല്ലെങ്കിൽ അഥവാ. അഥവാ എന്ന് നമ്മൾ പറയുമ്പോൾ സംസാര ഭാഷയിൽ അധികം അല്ലെങ്കിൽ എന്നാണ് നമ്മൾ പറയുന്നത്, അല്ലേ? ഐ വിൽ ബൈ എ കാർ ഓർ എ ബസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ ഒരു കാർ അല്ല എങ്കിൽ ഒരു ബസ് വാങ്ങിക്കും, അല്ലേ? ഐ വിൽ ബൈ എ കാർ ഓർ എ ബസ്. ഈ വിൽ ബൈ എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായില്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പുറകിലേക്ക് പോയിട്ട് നിങ്ങൾ മറ്റുള്ള ഭാഗങ്ങൾ പഠിക്കുക. കാരണം പഠിച്ചവർക്ക് വളരെ സിമ്പിളാണിത്. ഇത് വലിയ കാര്യങ്ങളൊന്നുമില്ല. ഇതിപ്പോഴും നമ്മൾ ഒരു സെക്ഷൻ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളിതൊക്കെ പഠിക്കുന്നത്. കാരണം നമ്മൾ ബേസിക്സ് ഒക്കെ പഠിച്ചു കഴിഞ്ഞു എന്ന് ഞാൻ പ്രതീക്ഷിച്ചതുകൊണ്ടാണ് ഈ സെക്ഷനിലേക്ക് നമ്മൾ തുടങ്ങിയത്. അപ്പോൾ ഐ വിൽ ബൈ എ കാർ ഓർ എ ബസ്. ഇനി മറ്റൊന്ന്, ഐസ്ക്രീം ഓർ ജ്യൂസ്. ഐസ്ക്രീം ഓർ ജ്യൂസ് എന്ന് പറഞ്ഞാൽ ഐസ്ക്രീം അല്ലെങ്കിൽ ജ്യൂസ്. ഇപ്പം നമ്മളിപ്പോൾ നമ്മുടെ സുഹൃത്ത് നമ്മളും കൂടെ ഒരു റെസ്റ്റോറൻറ്റിൽ പോയി, അപ്പോൾ അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ അവനോട് നമ്മൾ ചോദിക്കുകയാണ്, നിനക്ക് എന്താണ് വേണ്ടത്, ജ്യൂസ് വേണോ അല്ലെങ്കിൽ ഐസ്ക്രീം വേണോ? ഐസ്ക്രീം ഓർ ജ്യൂസ്. അപ്പോഴവൻ ഏതെങ്കിലും ഒന്നേ പറയാൻ പറ്റുള്ളൂ. രണ്ടും വേണമെന്ന് പറയാൻ പറ്റില്ല. നമ്മൾ ചില രണ്ടും വേണമെന്ന് പറയും, എങ്കിലും അവിടെ ഒരു ഓപ്ഷൻ തന്നതെങ്കിൽ നമ്മൾ ഒന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓർ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒന്ന് എന്നാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ആൻഡ് ഗോഡ് ബ്ലസ് യു.